ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ആരോപണം ഉന്നയിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ പീഠം കാണാനില്ല എന്ന്. ഇതാ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തുകയാണ്. അപ്പോൾ എന്തിന് ഇങ്ങനൊരു ഭഗവാനൊരു സമർപ്പണം നൽകിയ ആൾ തന്നെ ഇങ്ങനെയൊരു തെറ്റായ ആരോപണം ഉന്നയിക്കുന്നു, ദേവസ്വം ബോർഡിനെ വല്ലാതൊരു പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിയുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ സംശയിക്കുന്നത്? മൊത്തത്തിൽ ഈ വിഷയം ഒരു ദുരൂഹതയല്ലേ? ഒന്ന്, ഈ സ്വർണം പീഠത്തിന്റെ ഈ വിഷയം തന്നെ വരാൻ സാഹചര്യം എന്താ ഉണ്ടായത്? അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നതിന് ശേഷമാണ് സ്വർണം പീഠം കാണുന്നില്ല അതിന്റെ കൂട്ടത്തിൽ. ദേവസ്വം ബോർഡ് വെളിപ്പെടുത്തിയതല്ലോ സ്വർണ്ണപീഠം കാണാനില്ല എന്നുള്ളത്. അല്ല, ദേവസ്വം ബോർഡ് പറഞ്ഞതല്ല, സ്പോൺസർ തന്നെ പറയുകയാണ് സ്വർണ്ണപീഠം ഉണ്ടായിരുന്നു, കാണുന്നില്ല എന്ന്. ദേവസ്വം ബോർഡിന് ഇതിന് വല്ല കണക്കുണ്ടോ? ദേവസ്വം ബോർഡിന് കൊണ്ടുപോയതിന് കണക്കുണ്ടോ, തിരിച്ചു കൊണ്ടുവന്നതിന് കണക്കുണ്ടായിരുന്നോ? ഇത് നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നതിന് ശേഷമല്ലേ നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ജനങ്ങൾ അറിയുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മളൊക്കെ അറിഞ്ഞത്, മാധ്യമങ്ങളടക്കം അറിഞ്ഞത് ഹൈക്കോടതിയിൽ കേസ് വന്നതുകൊണ്ട് മാത്രമല്ലേ? സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത് കൊണ്ട് മാത്രമല്ലേ ഹൈക്കോടതി സിയോമോട്ടോ ഇത്തരം ഒരു കേസ് എടുക്കാൻ തന്നെ കാരണം. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, മൊത്തത്തിൽ ഇവരെ ഏത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കേണ്ടത്? ഇവരങ്ങനെ വന്ന് പറയുകയാണ്, അയ്യോ അയാൾ പാവമാണ്, അയ്യോ ഇയാൾ പാവമാണ്, ഇയാൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതൊരു കൂട്ടുകച്ചവടമാണെന്ന് അന്നേ മുതൽ നമ്മൾ പറയുന്നുണ്ട്. ഇതൊരു പങ്ക് കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡിനെ ഒരു വെള്ളാനെ പോലെ. ശ്രീ ആർ വി ബാബു, അനിൽകുമാർ അദ്ദേഹം ടെലിഫോൺ ലൈൻ കട്ട് ചെയ്ത് പോയി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു മറവി സംഭവിച്ചതാണെന്നോ അശ്രദ്ധമായി സംഭവിച്ചതാണെന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിൽ ഏതൊരു ആരാധനാലയത്തിലേക്കും എന്തെങ്കിലും സമർപ്പിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവും. അത് എന്തെങ്കിലും തിരിച്ചെടുക്കേണ്ടി വന്നാൽ അത് എവിടെ വച്ചിരിക്കുന്നു എന്ന കാര്യത്തിലും അങ്ങനെ ഓർമ്മപ്പെശുക്ക് വരാൻ സാധ്യതയില്ല, ഓർമ്മപ്പെശുക്ക് വരാനും പാടില്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അത് അറിയിക്കുകയും വേണം. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് കിട്ടുന്നു. ശ്രീ കെ അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ചത് എന്തെങ്കിലും മറവി പറ്റിയതായിരിക്കുമെന്നാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് എന്താണ് കാരണമെന്ന് കൃത്യമായി അറിയണ്ടേ? എത്ര നിസ്സാരമായിട്ടാണ് ഈ ഒരു കാര്യത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കും. എത്ര നിസ്സാരമായിട്ടാ അത് ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുക എന്ന് വെച്ചാൽ അത്ര ലാഘവമാണ്, ഇത്തരം ലാഘവത്തോടെയാണ് ഇത്തരം കാര്യങ്ങളെ അവർ സമീപിക്കുന്നതെന്നാണ് അർത്ഥം. ഒരു ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുക. ഞാൻ പറയുന്നത് ഇത് ജനറലി ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇതാണ് അവരുടെ സമീപനം. അത്രയും ലാഘവത്തോടെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ മുഴുവൻ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും അവരുടെ സമീപനം ഇതാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇവരൊന്നും ഈശ്വര വിശ്വാസികളോ ക്ഷേത്രങ്ങളോടോ ദേവസ്വം ബോർഡ് സംവിധാനങ്ങളോടോ ഒരു തരത്തിലുള്ള ആത്മാർത്ഥിയുള്ളവരല്ല. ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങളല്ലേ ഇതൊക്കെ. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയ നിയമനമാണ്. അല്ല, പക്ഷേ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡിന്റെ കൃത്യമായ കണക്കില്ല, സംഭവങ്ങളൊക്കെ ശരി. പക്ഷെ അവരെ പ്രതിരോധത്തിലാക്കുന്ന നിലയിൽ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അത് ആരുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ കെ അനിൽകുമാർ സൂചിപ്പിക്കുന്നത് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിനെതിരെ നിൽക്കുന്നവരൊക്കെയാണ് ഈ വാർത്ത ആഘോഷിച്ചത് എന്നാണ്. അല്ല, വാർത്ത ആഘോഷിച്ചതാണോ തെറ്റ്? വാർത്ത ആഘോഷിച്ചതാണോ തെറ്റ്? ഈ സംഭവം ചൂണ്ടിക്കാണിക്കുക, ഈ സംഭവം ഉണ്ടായതല്ലേ തെറ്റ്? ഞാൻ ചോദിക്കുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 6 കോടി രൂപ വിലപിടിപ്പുള്ള അരവണ കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടായി. അറിയാലോ വാർത്ത. അരവണയിൽ ഉപയോഗിച്ച ഏലക്ക രാസലഹരി കലർന്ന മറ്റേ കീടനാശിനി കലർന്നതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 6 കോടി രൂപയുടെ അരവണ നഷ്ടപ്പെട്ടു. ആ 6 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ ആളുകൾ ആരാണ് അതിന് ഉത്തരവാദികൾ? അവരെ പീനലൈസ് ചെയ്യുന്ന, അവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന വല്ല സംവിധാനം ദേവസ്വം കൂടെ എടുത്തോ? ഇനി അത് പോട്ടെ, ഏറ്റവും ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ 6 കോടി രൂപയുടെ സാധനം ഉപയോഗശൂന്യമായപ്പോൾ അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ, അത് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു ടെൻഡർ വിളിച്ചു. ആ ടെൻഡറിൽ 85 ലക്ഷം കോട്ട് ചെയ്ത ആൾക്ക് ആ ടെൻഡർ കൊടുക്കാതെ 2.5 കോടി രൂപ കോട്ട് ചെയ്ത ആൾക്ക് ടെൻഡർ കൊടുത്തു. നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ, നിങ്ങൾ അന്വേഷിക്കൂ. ശരിയാണ്, 2.5 കോടി രൂപയുടെ ടെൻഡർ പാസ്സാക്കി. ആരോപണങ്ങൾ ഇപ്പൊ അങ്ങ് ഉന്നയിച്ച ഈ വിഷയങ്ങളുണ്ട്. എന്തായാലും നിലവിൽ ഇത് ഈ പീഠം കാണാതായതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഓർമ്മപ്പിശകാണോ മറവിയാണോ എന്നൊന്നും അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയുന്നതാണെന്ന് അറിയില്ല. ദേവസ്വം ബോർഡിനെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ആരോപണം, ഈ പീഠം കാണാനില്ല എന്ന പരാതി പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അത് കണ്ടെത്തുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ചാൽ അതിന് കൃത്യമായി മറുപടി പറയാനും തയ്യാറാണ്. വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരണം അറിയിച്ചതിന്. 6 അനന്തകൃഷ്ണനിലേക്ക് വീണ്ടും പോവുകയാണ്. അനിതൻ,
ഇപ്പോൾ നേരത്തെ തന്നെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെയും ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വാർത്തകളെ ആഘോഷമാക്കിയതെന്നാണ് കെ അനിൽകുമാർ പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡിന് ഒരു തരത്തിലും ഇക്കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ല എന്നതാണ് ആർ വി ബാബുവിൻ്റെ പക്ഷം. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൊരു കൃത്യമായ വിശദീകരണം നൽകണ്ടേ? കാരണം അങ്ങനെ മറന്നുപോയി എന്ന് പറഞ്ഞ് ലാഘവത്തോടെ കളയാവുന്ന ഒരു വിഷയമല്ല. ദേവസ്വം ബോർഡും ഇക്കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടി നിലപാടെടുക്കണ്ടേ? തീർച്ചയായിട്ടും ദിവിഷ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകണം. എന്തുകൊണ്ടാണ് ഈ പീഠങ്ങൾ കാണാതെ പോയി അതിന് പിന്നിൽ ദേവസ്വം ബോർഡാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചതെന്ന് വിശദീകരിക്കേണ്ടി വരും. പക്ഷേ ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് നിർണായകമാണ്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നിർദ്ദേശിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഹൈക്കോടതിയും ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു കോക്കസ് ഗൂഢലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. അതല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ പരിപാവനമായ ചില ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഇത് മാറ്റിവെക്കുകയും അതിൽ ദുരൂഹമായ ചില നടപടികൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള സംശയമാണ് സാധാരണ ഭക്തർക്ക് ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഇനി ദേവസ്വം ബോർഡും ഹൈക്കോടതിയുമാണ് ഒരു അറുതി വരുത്തേണ്ടത്. ഏതായാലും ദേവസ്വം ബോർഡിന് തൽക്കാലം രക്ഷപ്പെടാം. കാരണം അവരുടെ സ്പോൺസർ തന്നെയായ ദേവസ്വം ബോർഡിലും സർക്കാരിലുമൊക്കെ ഉന്നതതല ബന്ധങ്ങളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് താൻ നൽകിയ പീഠങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചത്. ആ പീഠങ്ങളാണ് ഒടുവിൽ ദേവസ്വം ബോർഡിൻ്റെ തന്നെ വിജിലൻസ് ഈ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അതിനു മുമ്പ് ആ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സ്വന്തം വീട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവനക്കാരൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ട് ശബരിമലയിലെ സ്വത്ത് മാറ്റിവെച്ച് ശബരിമലയെക്കുറിച്ച് ഇങ്ങനൊരു ദുരൂഹതയും സംശയവുമൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ് എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ശബരിമലയുമായി കേന്ദ്രീകരിച്ച് അത്ര ചെറിയ കാര്യങ്ങളല്ല നടക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ നമ്മളെ ഒരു കാര്യം കൂടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ സ്വർണ്ണ ശില്പം അത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ ദേവസ്വം വിജിലൻസ് കണ്ടെടുത്ത ആ ദൃശ്യങ്ങൾ, ആ ശില്പങ്ങൾ, ആ പീഠത്തിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് മാത്രമേ ഉള്ളൂ. അതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇതാണ് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞ് ദുരൂഹതയുണ്ടാക്കിയത്. ഏതായാലും ഈ പീഠങ്ങളാണ് നമ്മളിപ്പോൾ മാതൃഭൂമി ന്യൂസ് കാണിക്കുന്നത്. ഈ പീഠങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ദേവസ്വം വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. ഇതാ രണ്ട് വശത്ത് ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ രണ്ട് വശത്തായിട്ടുള്ള ആ ദ്വാരപാലക ശില്പങ്ങളുടെ അടിയിൽ വെക്കാനാണ്, ആ പാദങ്ങളുടെ ഭാഗത്ത് വെക്കാനാണ് ഈ ശില്പങ്ങൾ തയ്യാറാക്കിയതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അളവ് ശരിയാവാത്തത് കൊണ്ട് അത് ദേവസ്വം ബോർഡ് എങ്ങോട്ടോ മാറ്റി പിന്നെ കാണാനില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. പക്ഷേ ഇത്ര കാലവും 2019 കൊണ്ടുവന്ന പീഠങ്ങൾ ഇത്ര കാലവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ്റെ പക്കലായിരുന്നു. വിവാദമായപ്പോൾ കഴിഞ്ഞ ഈ മാസമാണ് വിവാദമായപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് മാറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലോ എന്ന് പേടിച്ചായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലേക്ക്, തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മാറ്റിവെച്ചു. അവിടെ പോയിട്ടാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്.